ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് സക്സസ്ഫുള്ളി ഡേ 28 കടന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ 28 ഡേയ്സ് ചലഞ്ച് നമ്മൾ പറഞ്ഞു. 1 to 27 വരെ നമ്മൾ ചെയ്തു. കമന്റ് ബോക്സിൽ ഇടുക ഡൺ എന്ന്. നമ്മളെ ഡേ 28 നമ്മുടെ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. ഇന്നത്തെ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിമെമ്പർ ദ മാജിക്. നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു അല്ലെ. ഈ 27 ഡേയ്സ് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ടായി അല്ലേ. നമ്മൾ എല്ലാത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ആക്ടിവിറ്റിയിൽ കൂടി നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നിട്ട് നിങ്ങൾ ആ തലേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ചെറുതും വലുതുമായി എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ, അതെല്ലാത്തിനും ഓരോന്നോരോന്നായി നിങ്ങൾ എണ്ണിയെടുത്ത് നന്ദി പറയുക. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ആ ദിവസത്തിൽ ഓരോ ദിവസവും നമുക്ക് ഓരോ അനുഗ്രഹങ്ങളാണല്ലേ. ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പം ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ വെക്കുമ്പോഴും നമുക്ക് നന്ദിയുണ്ട് നമ്മുടെ മനസ്സിലല്ലേ. അപ്പൊ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നിട്ട് തലേ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളും ഓർത്തെടുത്ത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നന്ദി പറയുക. ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കമാണല്ലേ. ഓരോ ദിവസവും നമുക്ക് ഓരോ യൂണിക് ആയിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് അല്ലെ. പല പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് അല്ലെ. എല്ലാ ദിവസവും നമുക്ക് ദിവസങ്ങളെല്ലാം ഒരുപോലെയാണ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഓരോ ദിവസവും നമ്മൾ വരുത്തുന്ന വ്യത്യാസങ്ങൾ, അത് മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ നിമിഷം വരെയും ആ ദിവസം വരെയും ആ ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞ് നമ്മൾ നന്ദി പറയുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഡേ 28ന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇന്നലത്തെ ദിവസത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓർത്തെടുക്കുക. രാവിലെ മുതൽക്ക് സംഭവിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ നന്ദി പറയുക ഓരോ കാര്യത്തിനും. ഇനി അന്നത്തെ ദിവസം എന്തൊക്കെ നെഗറ്റീവ് തിങ്ങുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു നെഗറ്റിവിറ്റി നമ്മളിൽ സംഭവിച്ചാൽ നമ്മൾ ഒരു 5 പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. മനസ്സിലായോ? നമ്മുടെ മൈൻഡിൽ ഇനി മുതൽക്ക് ഈ 28 ഡേയ്സ് ചലഞ്ചും കഴിഞ്ഞു. ഇനി മുതൽക്ക് നമ്മൾക്ക് നെഗറ്റിവിറ്റിക്ക് സ്ഥാനമില്ല അവിടെ. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആണ്, നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്. ഓരോ കാര്യത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഓരോ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആവുക. അതോടൊപ്പം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. 1 to 28 തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗൈൻ. ഇനിയും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്താണെങ്കിലും 28 ഡേയ്സ് ചലഞ്ചിൽ എന്നോടൊപ്പം ഡേ 1 മുതൽക്ക് ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.